നിന്നും എണ്ണയുമായി പുറപ്പെട്ട് ഹോർമോസ് കടന്നുകൊണ്ട് ഇന്ത്യൻ തീരത്തേക്കടുത്ത ഇന്ത്യൻ കപ്പലിനെ ചൈനയിലേക്ക് വഴിതിരിച്ചു വിട്ടു എന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. US ഏർപ്പെടുത്തിയ ഉപരോധമാണ് ഇതിന് പിന്നിലെന്ന കാരണമായി തന്നെ പുറത്തു വരികയും അതോടൊപ്പം തന്നെ ചില പണമിടപാടുകളുടെ അതുമൂലമുണ്ടായ ഒരു സാഹചര്യത്താലാണ് ഈ കപ്പൽ ചൈനയിലേക്ക് പോയതെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. എന്നാൽ ഇതിനു പിന്നിൽ ഇപ്പോൾ സംഭവിച്ചതിൽ വിശദീകരണമായിട്ടാണ് ഇപ്പോൾ കേന്ദ്രം രംഗത്ത് വരുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ മറ്റും പ്രചരിക്കുന്ന വാർത്തകൾ വെറും ഊഹാഭോഗങ്ങൾ മാത്രമാണ്. പണമിടപാട് സംബന്ധിച്ചുകൊണ്ട് തർക്കമാണ് കപ്പൽ ദിശ മാറി ചൈനയിലേക്ക് പോകാൻ ഇടയായതെന്ന റിപ്പോർട്ടുകൾ അത് പൂർണ്ണമായും തെറ്റാണ്. ഇറാനിൽ നിന്നുൾപ്പെടെ തന്നെ 40-ലേറെ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യൻ കമ്പനികൾ നിലവിൽ എണ്ണ വാങ്ങുന്നുണ്ട്. വിപണി സാഹചര്യം അനുസരിച്ച് ഇറക്കുമതി തീരുമാനങ്ങൾ എടുക്കാൻ കമ്പനിക്ക് കഴിയുമെന്നതായിരുന്നു അത് ഇവിടെ വ്യക്തമാക്കിയത്. മാത്രമല്ല, തീരത്ത് അടുക്കാൻ അല്പദൂരം മാത്രം ശേഷിക്കുകയായിരുന്നു കപ്പൽ ദിശ മാറി ചൈനയിലേക്ക് പോയത്. ഇറാനിയൻ എണ്ണ വിതരണം ചെയ്യുന്നവരും വാങ്ങാൻ തീരുമാനിച്ച ഇന്ത്യൻ കമ്പനിയും തമ്മിൽ പണമിടപാടിനെ ചൊല്ലി തർക്കമുണ്ടായി എന്നും തുടർന്നാണ് എണ്ണ ഇന്ത്യയിലേക്ക് എത്താതെ തന്നെ ഈ കപ്പലാകട്ടെ ദിശ മാറി സഞ്ചരിച്ചുകൊണ്ട് ചൈനയിലേക്ക് പോയതെന്നായിരുന്നു റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത്. എന്നാൽ ഈ റിപ്പോർട്ടുകളും സമൂഹ മാധ്യമങ്ങളിലെ പ്രചരണങ്ങളും വെറും ഊഹാഭോഗങ്ങൾ മാത്രമാണ് എന്നതാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. 6 ലക്ഷം ബാരൽ ഇറാനിയൻ എണ്ണയുമായി എത്തിയ ഷിങ് ഷാൻ എന്ന കപ്പലാണ് ചൈനയിലേക്ക് പോയത്. എണ്ണ കപ്പലുകൾ ഇത്തരത്തിൽ യാത്രാമധ്യേ വഴിതിരിഞ്ഞു പോകുന്നത് അസാധാരണമല്ല. വിപണി സാഹചര്യം, മികച്ച വില, അതേപോലെ തന്നെ ഡിമാൻഡ് എന്നിവയെ അനുസരിച്ചുകൊണ്ട് അത്തരം തീരുമാനങ്ങൾ എടുക്കാറുണ്ട് എന്നും മന്ത്രാലയം സൂചിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇറാന്റെ എണ്ണക്കപ്പൽ ഇന്ത്യൻ കമ്പനിയോട് പണം ആവശ്യപ്പെട്ടെന്നും ഇതിന് കഴിയില്ല എന്ന് ഇന്ത്യൻ കമ്പനി വ്യക്തമാക്കിയതോടെയാണ് കപ്പൽ ഇന്ത്യയിൽ അടുക്കാതെ തന്നെ ചൈനയിലേക്ക് പോയതെന്നതായിരുന്നു നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ഉപരോധമുള്ളതിനാൽ തന്നെ രാജ്യത്താകെ രാജ്യാന്തര പണമിടപാട് സംവിധാനങ്ങളിൽ നിന്ന് ഇറാൻ പുറത്താണ് എന്നതാണ് മറ്റൊരു വസ്തുത. അതുകൊണ്ട് തന്നെ പണം നൽകുക എളുപ്പമല്ല എന്നും 30 മുതൽ 60 ദിവസത്തെ ക്രെഡിറ്റ് പിന്നീട് പണം നൽകാൻ എന്ന ഒരു വ്യവസ്ഥ അത് പ്രകാരം തുക വീട്ടാമെന്നതായിരുന്നു ഇന്ത്യൻ കമ്പനികൾ പറഞ്ഞതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ചൈന ഉപരോധം അത് ഗവനിക്കാതെ തന്നെ വർഷങ്ങളായി ഇറാന്റെ എണ്ണ വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചൈനയിലെ കമ്പനികളുമായി പണമിടപാട് എളുപ്പത്തിലാണ് എന്നും അതിനാലാണ് കപ്പൽ ചൈനയിലേക്ക് പോയതെന്നായിരുന്നു റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.